ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്ത സമയത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തത് പതുക്കെ സാവധാനത്തിലാണ്. ഒപ്പം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തതും പതുക്കെ സാവധാനത്തിലാണ്. ഓക്കെ, എന്നാൽ ഇനി സെക്കൻഡ് ഗിയറും തേർഡും ഫോർത്തും മുന്നോട്ടിടുന്ന സമയത്ത് എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത്, പല ആൾക്കാർക്കും തുടക്കത്തിൽ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ പിന്നീട് ആക്സിലറേഷൻ കൊടുക്കുന്ന അവസരങ്ങളിൽ അത് സ്മൂത്ത് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയാറില്ല. ചിലപ്പോൾ വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. വണ്ടിക്കുള്ളിൽ ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഒരു ജെർക്കും ഒരു വൈബ്രേഷനും ഒക്കെ വരാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ മുതൽ ഫിഫ്ത്ത് ഗിയർ വരെ മുന്നോട്ടിടുന്ന സമയത്തും അതോടൊപ്പം തന്നെ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും ജെർക്കുകളൊന്നുമില്ലാതെ കൃത്യമായിട്ടും ഏതൊക്കെ ഗിയറുകളിൽ എങ്ങനെയൊക്കെ ക്ലച്ച് കൺട്രോൾ ചെയ്യണം, എങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിപ്പോൾ ഇവിടെ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുന്നോട്ടെടുക്കുന്നു, ഓരോ ഗിയർ മുന്നോട്ടിട്ട് ഓടിക്കുന്നു, അതിനുശേഷം ഡൗൺ ചെയ്യുന്നു. ഈ സമയത്തുള്ള ക്ലച്ചിൻ്റെയും ആക്സിലറേറ്ററിൻ്റെയും കൺട്രോളിങ് ഗിയർ ഷിഫ്റ്റ് സ്മൂത്ത് ആക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചുതരാം. നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലച്ച് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഈ കാലിൻ്റെ എൻഡ് ഭാഗം ഒരു കാരണവശാൽ ഈ ഫ്ലോറിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ക്ലച്ച് ചെയ്യുന്നത് ഈ മെത്തേഡിൽ റിലീസ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലച്ച് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതേ ഇങ്ങനെ കാല് ഫ്രീ ആക്കി വെച്ചതിന് ശേഷം കാലിൻ്റെ മുൻഭാഗം നമ്മളിത് ഇത്തരത്തിൽ ക്ലച്ച് അമർത്തിയിട്ട് പതിയെ റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് കിട്ടും, വണ്ടി ഓഫ് ആകാതെ ജെർക്കില്ലാതെ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാം. ഇനി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സെയിം ടൈമിൽ ഒരു ചെറിയ രീതിയിലുള്ള ആക്സിലറേഷൻ കൊടുക്കുക. അതായത് ലൈറ്റായിട്ട് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലുള്ള ആക്സിലറേഷൻ കൊടുക്കുക ഒരു നിരപ്പ് റോഡിൽ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഫുൾ ക്ലച്ച് ഔട്ടിട്ടുണ്ട്, ബ്രേക്ക് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് ഇത് ഈ ഒരു രീതിയിൽ വെക്കുന്നു. അതിനുശേഷം ഇതേ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം ഇതേ ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് അയക്കുന്ന സെയിം ടൈമിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങനെ എടുക്കുകയാണ്. ഇനി ഞാൻ ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുക്കുന്നു. ദേ ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിൽ നിന്ന് പതിയെ റിലീസ് ചെയ്യുകയാണ്. ഇപ്പോഴും എൻ്റെ കാല് നിങ്ങൾ നോക്കിയാൽ ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും എടുത്തിട്ടില്ല. വണ്ടി നന്നായിട്ട് റൺ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാനിതേ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ദേ ഫ്ലോറിലേക്ക് വെക്കുന്നു. ഇപ്പം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്ത സമയത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തത് പതുക്കെ സാവധാനത്തിലാണ്. ഒപ്പം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തതും പതുക്കെ സാവധാനത്തിലാണ്. ഓക്കെ, എന്നാൽ ഇനി സെക്കൻഡ് ഗിയറും തേർഡും ഫോർത്തും മുന്നോട്ടിടുന്ന സമയത്ത് എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു. ഇനി ഞാൻ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുകയാണ്. അതായത് ചെറിയൊരു കയറ്റമാണ്. ഇവിടെ ഞാനത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കുക. നിങ്ങൾ ഓർക്കുക, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കിയിട്ട് അടുത്ത ഗിയർ ഇടാവുള്ളൂ. ഇത് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. അതിനുശേഷം ആക്സിലറേഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ വരുന്ന ആ സെയിം ടൈമിൽ നമ്മളുടെ ഇടത്തെ കാല് ക്ലച്ച് പെഡലിൽ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് നമ്മളുടെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പെഡലിലേക്ക് വെക്കുക, ചവിട്ടി താക്കരുത്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സെയിം ടൈമിൽ നമുക്ക് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടാനാണ് എടുത്ത് ഇവിടെ വെക്കണമെന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ഇടത്തെ കാലെടുത്ത് ഇവിടെ വെക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഇതേ സെക്കൻഡ് കൊടുക്കുന്നു. അതിനുശേഷം ഇതേ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഞാൻ ക്ലച്ചിൽ നിന്ന് കാലെടുത്തത് ഏകദേശം ഒരു 2-3 സെക്കൻഡുകളെ എടുത്തുള്ളൂ. വളരെ വേഗത്തിൽ തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, ഒരുപാട് ലേറ്റ് ആയില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഓരോ ഗിയർ ഷിഫ്റ്റിങ്ങിനും നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നത് കൊണ്ട് തന്നെ ആ മൂവ്മെൻറ്റ്സ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്നു. ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടാൽ ഒരു 2-3 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ക്ലച്ചിൽ നിന്ന് ഈസി ആയിട്ട് കാലെടുക്കാം. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല, ഒരു തരത്തിലുള്ള ജെർക്ക്
ഒരാൾക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്കത് പിടികിട്ടിയല്ലോ. ഇനി തേർഡ് ഇടുന്നത് നിങ്ങൾ നോക്കുക. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഇതേ മൂവ് ആക്കുന്നു. ആ സെയിം ടൈമിൽ എൻ്റെ കാലെടുത്ത് ക്ലച്ച് പെടലേ വെക്കുകയാണ്, ചവിട്ടി താക്കത്തില്ല. ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നു, വണ്ടി മൂവിങ്ങിലാണ്. ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ദേ ക്ലച്ച് പിടിക്കുന്നു, ദേ തേർഡിലേക്ക് ഇടുന്നു. ക്ലച്ചിൽ നിന്ന് 2-3 സെക്കൻഡിനുള്ളിൽ കാലെടുത്തു. ഇപ്പം നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ സ്മൂത്തായിട്ട് നമ്മുടെ വണ്ടി പോവുകയാണ്. വീണ്ടും എൻ്റെ കാല് ബ്രേക്ക് വരികയാണ്, ഇവിടെ ഒരു ഹമ്പ് വരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതേ ഞാൻ റണ്ണിങ് നിലനിർത്തി അഡ്വാൻസ് ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. 2-3 സെക്കൻഡുകൾക്കുള്ളിൽ കാല് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. കണ്ടോ? അപ്പം തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇട്ടപ്പോൾ ഞാൻ ചെയ്തത് എന്താണ്, നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് ആകാനും ക്ലച്ച് കൺട്രോളിങ് കൃത്യമായിട്ട് ചെയ്യാനും നിങ്ങൾ ചെയ്യേണ്ടത് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യുക. അതായത് നമ്മൾ മുന്നിലൊരു ഗട്ടറോ കുഴിയോ കാണുന്ന സമയത്ത് കുഴിയുടെ അടുത്ത് പോയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, അതിന് മുന്നമേ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതിന് നിങ്ങളെ ഒരു ഉദാഹരണം കാണിക്കാം. ഇപ്പം ഞാൻ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഇട്ടു. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ തേർഡിൽ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരു കയറ്റം വന്നു, അപ്പോൾ എനിക്ക് ഗിയർ ഡൗൺ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലച്ച് എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കുക. അഡ്വാൻസ് ആയിട്ട് അതേ ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഇടുന്നു, വണ്ടി റണ്ണിങ്ങിലാണ്. 2-3 സെക്കൻഡിനുള്ളിൽ കാല് ക്ലച്ചിൽ നിന്നെടുത്തു. പെട്ടെന്ന് തന്നെ ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ വണ്ടിക്ക് വലി മുട്ടുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു, ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആ ഒരു മെത്തേഡിലുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, വണ്ടി മൂവിങ്ങിലാണ്. ആ ഒരു സമയത്ത് നമ്മൾ മെല്ലെ കാലെടുത്ത് ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, വണ്ടി റണ്ണിങ്ങിലാണ്. തേർഡ് കൊടുക്കുന്നു, 2-3 സെക്കൻഡുകൾ കൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. ഇപ്പോൾ വണ്ടി സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഇനി ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നൽകുക, അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുക, ഫോർത്ത് ഗിയറിലേക്ക് ഇടുക, 2-3 സെക്കൻഡിനുള്ളിൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇനി ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർത്തിൽ നിന്ന് നമുക്ക് തേർഡിലേക്ക് ഇടണം. ദേ അഡ്വാൻസ് ആയിട്ട് ഞാനിത് ഈ കയറ്റം തുടങ്ങുന്നതിന് മുന്നേ ക്ലച്ച് ചവിട്ടിയിട്ട് ദേ തേർഡിലേക്ക് ഇട്ടു. കണ്ടില്ലേ? വീണ്ടും കയറ്റത്തിൻ്റെ അളവ് കൂടി, അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഇട്ടു, 2-3 സെക്കൻഡിനുള്ളിൽ ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. വീണ്ടും ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്, ക്ലച്ച് ചവിട്ടി അഡ്വാൻസ് ആയിട്ട് ഫസ്റ്റ് കൊടുക്കുന്നു, 2-3 സെക്കൻഡിനുള്ളിൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് ഗിയർ അപ്പും ഡൗണും ഏറ്റവും സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ ക്ലച്ച് കൺട്രോളിങ് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി മൂവ്മെൻറ്റിലാകുന്ന സമയത്ത് ആക്സിലറേഷൻ കുറയ്ക്കുക, ആ സെയിം ടൈമിൽ ക്ലച്ച് പിടിക്കുക, അടുത്തൊരു ഗിയർ ഇടുക. പെട്ടെന്ന് തന്നെ 2-3 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് കൺട്രോളിങ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഡ്രൈവിങ്ങിൽ കിട്ടും, ഒപ്പം ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിങ് കിട്ടും, ഒപ്പം നിങ്ങൾക്ക് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.